ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ മനോജച്ചൻ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. പരിശുദ്ധ സഭ ക്രിസ്മസിന് വേണ്ടി, കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. 25 ദിവസം നൊയമ്പോടുകൂടി ഭക്തിയോടും വെടിപ്പോടും വിശുദ്ധിയോടും തമ്പുരാൻ്റെ ജന്മപ്പെരുന്നാളിനെ ആഘോഷിക്കുവാൻ നമുക്ക് ഇട നൽകിയ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു ചെറിയ സന്ദേശത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യമാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും, അതുകൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം എന്ന് പറഞ്ഞു. വിശുദ്ധ യോസേപ്പിന് വലിയ പ്രയാസത്തിൻ്റെയും തീരുമാനമെടുക്കുവാനുള്ള പ്രയാസങ്ങളുടെയും പലവിധമായ ആകുല ചിന്തയുടെയും മധ്യത്തിൽ കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവദൂതൻ യോസേഫിൻ്റെ അടുക്കിലേക്ക് വന്ന് കന്യകമറിയാമിൻ്റെ ഗർഭം പരിശുദ്ധാത്മ പ്രേരിതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംശയാലയവും ആയിരുന്ന യോസേഫ് പിതാവിനെ പരിശുദ്ധാത്മ ദർശനത്തിലൂടെ സംശയം നീക്കിക്കൊടുക്കുന്ന വലിയൊരു രംഗമാണ് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ദൈവദൂതൻ പറയുകയാണ്, നീ അവന് യേശുവെന്ന് പേരിടണം. ഈ ക്രിസ്മസിൻ്റെ സന്ദേശത്തിൽ നമ്മുടെ യേശു നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ ഈ ക്രിസ്മസ് പൂർണ്ണമാകാൻ നമുക്കറിയാം. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. യേശു എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. യഹോഷുവ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് യേശു എന്ന പദം ഉത്ഭവം ചെയ്തിരിക്കുന്നത്. ഈ എബ്രായ ഭാഷയിലെ യഹോഷുവ എന്ന പദത്തിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കും എന്നാണ്. നമുക്കറിയാം, നമ്മൾ യേശു എന്ന് വിളിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കുവാനായിട്ടൊരാളുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളിൽ ഭയത്തിൻ്റെയും പ്രയാസങ്ങളുടെയും സംശയങ്ങളുടെയും രോഗത്തിൻ്റെയും ദുഃഖങ്ങളുടെയും പ്രതികൂലതയുടെയും മരണത്തിൻ്റെയും യുദ്ധങ്ങളുടെയും ശ്രുതികൾ കേൾക്കുന്ന ഈ സമയത്ത് നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കണം, ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ സാധിക്കണം. യേശു എന്നെ രക്ഷിക്കുന്ന എൻ്റെ രക്ഷകൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമുക്ക് നമ്മളോടൊപ്പം ചെലവഴിക്കുവാൻ, നമ്മളോട് വർത്താനം പറയുവാൻ, നമ്മുടെ നന്മയിലും തിന്മയിലും കൂടെ ഇരിക്കുവാൻ, നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും ഒന്നുചേർന്ന് ഇരിക്കുവാൻ നമുക്ക് പലപ്പോഴും ഇന്ന് ഈ തിരക്കിനിടയിൽ ആളുകളെ കിട്ടുകയില്ല. അവസരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്ദേശം ഇതാണ്: ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് അനുഗ്രഹപ്രദമാക്കുവാൻ നമ്മൾ ആഹ്ലാദവും സന്തോഷവും ദൈവിക പ്രത്യാശയും നിറഞ്ഞ ഒരു നല്ല ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുവാൻ, ഇനി നമ്മൾ ഒറ്റയ്ക്കല്ലെന്നുള്ള എന്ന ബോധത്തോടെ എന്ത് പ്രശ്നങ്ങളെയും മറികടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, പകലും രാത്രിയും എപ്പോഴും സംഭവിക്കുന്ന പ്രതിഭാസങ്ങളാണ്. പകലിൽ നമ്മൾ സന്തോഷമാണെങ്കിൽ നമുക്ക് എവിടെ യാത്ര ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, അർദ്ധരാത്രിയിൽ നമുക്ക് പലപ്പോഴും പേടി ഉണ്ടാകുന്ന അവസരത്തിൽ ആരെങ്കിലും ഒരു വഴിയാത്രകൻ കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ദീർഘമായ യാത്രയിൽ നമ്മെ പേടിപ്പെടുത്തുന്ന പല സംഭവങ്ങളെയും അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ പ്രകാരം നമ്മുടെ ജീവിതങ്ങളിൽ പകലുകളുണ്ട്,
രാത്രികളുണ്ട്. ഈ രാത്രികളിലും പകലിലും ഒരേപോലെ നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ യേശു ഇമ്മാനുവേൽ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ കണ്ണുനീരുകൾ മാറ്റി സന്തോഷമായിട്ട് പുതുവർഷത്തെയും ക്രിസ്മസിനെയും സ്വീകരിക്കുവാൻ ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ നിർത്തുന്നു. നിങ്ങളുടെ സജനച്ചൻ.